ഒരൊറ്റ തോൽവിയെയും അന്തിമ തോൽവിയുമായി ഒരിക്കലും കൂട്ടിക്കുഴയ്ക്കരുത്. അധ്വാനം ഇല്ലാതെ ഒന്നും അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല. വിജയവും പരാജയവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നടപടിയെടുക്കാനുള്ള കഴിവാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ദിവസമാണ് നിങ്ങൾ മെച്ചപ്പെടാൻ ശ്രമിക്കുന്നത് നിർത്തുക. പ്രതീക്ഷയൊന്നും ഇല്ലെന്ന് തോന്നിയപ്പോൾ ശ്രമിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഭൂരിഭാഗവും നേടിയത്. നിങ്ങൾ എവിടെയായിരുന്നാലും ആരംഭിക്കുക, ഉള്ളത് ഉപയോഗിക്കുക, നിങ്ങൾക്ക് കഴിയുന്നത് ചെയ്യുക. നമ്മുടെ ഏറ്റവും വലിയ ദൗർബല്യം ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കാനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എപ്പോഴും ഒരു തവണ കൂടി പരിശ്രമിക്കുക എന്നതാണ്. തടസ്സങ്ങൾ ഉണ്ടാകും, സംശയമുണ്ടാകും, തെറ്റുകൾ ഉണ്ടാകും. എന്നാൽ കഠിനാധ്വാനം കൊണ്ട് അത് ലഭിച്ചിരിക്കും. എത്ര കഴിവുകൾക്കും കഠിനാധ്വാനത്തെ മറികടക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അത് യാന്ത്രികമായി വിജയം സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. നമുക്ക് കാറ്റിന്റെ ദിശ മാറ്റാൻ കഴിയില്ല, പക്ഷെ എപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ നമുക്ക് കപ്പലുകൾ ക്രമീകരിക്കാൻ കഴിയും. മാറ്റത്തിന്റെ രഹസ്യം പഴയതിനെതിരെ പോരാടുന്നതിലല്ല, മറിച്ച് പുതിയത് കെട്ടിപ്പടുക്കുന്നതിലാണ്. നിങ്ങളുടെ മുഴുവൻ ഊർജവും അതിനായി കേന്ദ്രീകരിക്കുക. പരാജയത്തിൽ പടുത്തുയരുക, അത് ചവിട്ടുപടിയായി ഉപയോഗിക്കുക. ഭൂതകാലത്തിന്റെ വാതിൽ അടയ്ക്കുക. നിങ്ങളുടെ ഊർജം, സമയം ഒന്നും പഴയ തെറ്റുകളിൽ വസിക്കാൻ അനുവദിക്കരുത്. ദുരിതവും സന്തോഷവും തമ്മിലുള്ള ഒരേയൊരു വ്യത്യാസം നാം ശ്രദ്ധയോടെ ചെയ്യുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. സംസാരിക്കുന്ന സമയത്ത് പങ്കാളി തന്റെ പേര് കൂടുതൽ തവണ വിളിക്കുന്നത് സ്ത്രീകൾ വളരെയധികം ഇഷ്ടപ്പെടുന്നു. വിജയം ആഘോഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ പരാജയത്തിന്റെ പാഠങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് കൂടുതൽ പ്രധാനം. ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ അത് ചെയ്യുമെന്ന് നിരന്തരം ഭയപ്പെടുക എന്നതാണ്. വലിയ തോതിൽ പരാജയപ്പെടാൻ ധൈര്യപ്പെടുന്നവർക്ക് മാത്രമേ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയൂ. പണമോ സ്ഥാനമോ അല്ല, സന്തോഷമാണ് പരമമായ കറൻസിയായി കണക്കാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ അളവുകോലാകുന്ന കറൻസി.